എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ജീവിതത്തിൽ ജീവിതയാത്രയിൽ ആത്മീയതയുടെ പ്രാധാന്യവും ഈ ഒരു ജീവൻ്റെ പൂർണ്ണത്വത്തിൻ്റെ രീതിയും, ഒരു ജീവൻ, ഈ ശരീരം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനനം സംഭവിച്ചതിന് ശേഷം ശരീരം വളരുന്നൊരു സമയം, അതിനുശേഷം മനസ്സ് പാകപ്പെടുന്ന ഒരു സമയം, അതിനുശേഷം ഈ വികാരങ്ങൾ എല്ലാം തന്നെ ഓർമ്മകളായി നമ്മളിലേക്ക് നിറയുന്നൊരു സമയം. എന്നാൽ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഈ 4 തലങ്ങളും ഒരേപോലൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ദിവ്യ മനസ്സിൻ്റെ ആ ഒരു തത്വത്തിലേക്ക് നമ്മൾ ചേരുന്നില്ല. പ്രാണൻ രൂപീകൽപ്പനപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതി, ക്രമീകരണം ഇങ്ങനെയാണ്. ഈ ജീവൻ ദിവ്യ മനസ്സിൻ്റെ സാധ്യതയുമായി ചേരുന്നിടം വരെ ഇത് ഓർമ്മകളാൽ നിക്ഷേപിക്കപ്പെട്ട ഒരു ജീവനായി തീരും. പാസ്റ്റിലും ഫ്യൂച്ചറിലും ഈ നിമിഷത്തിൻ്റെ നാച്ചുറലിൽ നടക്കുന്ന ആനന്ദ, പരമാനന്ദ, ശാന്തിയുടെ അനുഭൂതി തലങ്ങളെ ഒന്നും തന്നെ ഇത് സ്പർശിക്കാതെ വരുന്ന ഒരവസ്ഥ എത്തിച്ചേരും. സമൂഹം ഈ 3 തലങ്ങളിലാണ് നിലനിന്ന് പോകുന്ന 4ാം തലത്തിലേക്ക് വളരെ കുറവാണ് എത്തിച്ചേരുന്നത്. എന്നാൽ ആത്മീയത ഇതിന്നും ഇന്നലെയും ഉണ്ടായതല്ല. സ്പിരിച്വാലിറ്റി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഒരു വ്യക്തി ജനിക്കുന്ന ആ സമയം മുതൽ തന്നെ ഇവിടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എല്ലാ വീട്ടിലും കുലാചാരങ്ങളും, എല്ലാ വീട്ടിലും ആരാധന ക്രമീകരണങ്ങളും, ഏത് മതത്തിലാണെങ്കിലും ആത്മീയത സംസാരിക്കാറുണ്ട്. സ്പിരിച്വലിയുള്ള പ്രാധാന്യം ദൈവികതയ്ക്കുള്ള മാർഗമാണ്. ദൈവികമായുള്ള ഒരു ബോധം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആഴമേറിയത് അറിയാൻ പറ്റുന്നത്. എന്താണ് ആത്മീയതരാവേണ്ട പ്രത്യേകത, അല്ല ആത്മീയതയിൽ വന്നാലുണ്ടാവുന്ന തലങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, പല ആൾക്കാരും ജീവൻ്റെ പ്രശ്നഘട്ടങ്ങളിലാണ് ആത്മീയതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തോ ഒരു കൗതുകം കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ ആത്മീയതയിൽ വന്നത് നിങ്ങളുടെ ഈ അസംബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടും വേറൊരു തലത്തിലേക്കായിരിക്കും നിങ്ങൾ മാറുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇമോഷണലി ആണ് നിൽക്കുന്നത്. സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവും. നിങ്ങൾ നിങ്ങളുടെ സ്വബോധവുമായിട്ട് നിങ്ങൾ ചേരുന്ന സമയം ഇമോഷണലി ആണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് കാണുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ സന്തോഷങ്ങളെന്ന് കാണുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്നേഹമെന്ന് കാണുന്നത്, ഇതെല്ലാം തന്നെ ഇല്ലാതായി പോകണം. ഇതെല്ലാം വികാരങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്ന ഒരു തലമുണ്ട്. ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയുമായിട്ടുള്ള, നിങ്ങൾ ഇതുവരെ ധരിച്ചിരിക്കുന്നതിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് നിങ്ങളുടെ ഒരു പ്രയത്നമില്ലാതെ, പഞ്ചേന്ദ്രിയങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാതെ, ഒരു ചിന്തയില്ലാതെ നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു ഉണർവുണ്ട്, ആനന്ദത്തിൻ്റെ ഉണർവുണ്ട്. അതിലേക്ക് നമ്മുടെ ജീവൻ അതുമായി യോജിക്കുമ്പോൾ നമ്മൾ വിളിച്ചു ബോധമെന്ന്, ശുദ്ധബോധത്തിൻ്റെ ആനന്ദമെന്ന്. അപ്പോൾ ഒരു വ്യക്തി ആത്മീയ പരിശീലനത്തിൽ ഇറങ്ങുമ്പം പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം കൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴും അവർ ആത്മീയ പരിശീലനം ചെയ്യുന്ന നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, നിങ്ങളൊരു സീക്കേഴ്സാണ്, നോട്ട് എ ബിലീവർ അല്ല. നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം തച്ചുടഞ്ഞു പോവുകയാണ് ആത്മീയതയിൽ വന്നു കഴിയുമ്പോൾ. ആത്മീയത ഒരിക്കലും സംസാരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിനെ കുറിച്ചല്ല, നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ശരിയാക്കി തരുന്നൊരു പ്രക്രിയയല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നടത്തി തരുന്നൊരു ക്രമീകരണമല്ല ആത്മീയത സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർണ്ണമായ ഒരു വിഡ്ഢിത്തരമാണെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു മാർഗത്തെയാണ് ഇവിടെ തുറക്കപ്പെടുന്നത് ആത്മീയതയിൽ. അല്ല, നിങ്ങൾ നിൽക്കുന്ന പ്രശ്നത്തിൽ, നിങ്ങൾ ചിന്തിക്കുന്ന ടെൻഷൻ, നിങ്ങൾ ചിന്തിക്കുന്ന ഡിപ്രഷൻ, നിങ്ങൾ ചിന്തിക്കുന്ന ആഗ്രഹം, ഇതെല്ലാം തന്നെ ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഒരു ബിഗിനറായിട്ടുള്ള ആത്മീയ സാധകർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ
ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ ബോധം കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഈ ശരീരവുമായിട്ടുള്ള നിർബന്ധ കർമ്മ പ്രയത്നത്തിൻ്റെ ഓർമ്മകൾ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നല്ലോ, എന്നിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കും. സാധന അങ്ങനെയാണ്. സാധന അർത്ഥമാക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ഓർമ്മ ഇല്ലായ്മകളിലാണ്. നിങ്ങളുടെ ബുദ്ധി സജീവമാവും, പക്ഷെ നിങ്ങളുടെ കർമ്മ ഓർമ്മകൾ ഇല്ലാതായിപ്പോവും. ആരെങ്കിലും ആത്മീയ സാധനയിൽ വരുമ്പം നിങ്ങൾ ചിന്തിക്കുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തന്നെ വെറും 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 വിഡ്ഢിത്തരമായി നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ചിന്തിക്കുന്നത് മുഴുവനും വിഡ്ഢിത്തരമായി നിങ്ങൾക്ക് തീരും. ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ വീണ്ടും ഒരിക്കലും ഓർക്കരുത്, ഞാൻ ഇപ്പോഴും എൻ്റെ പ്രശ്നത്തിൽ തന്നെ ആണല്ലോ, അതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാണേ. സഹോദരങ്ങളെ, നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാണ്. നിങ്ങൾക്കൊരിക്കലും ഒരു ബന്ധനവുമില്ല. അച്ഛനോ അമ്മയോ വീടോ ഭാര്യയോ കുട്ടികളോ വസ്ത്രമോ കാറോ വീടോ ഒന്നും തന്നെ നിങ്ങളുടെ ബന്ധനമല്ല. നിങ്ങൾ സ്വതന്ത്രമാണ്. നിങ്ങൾ സ്വതന്ത്രമായ ഒന്നാണ്. നിങ്ങളുടെ ആനന്ദം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഉള്ളിലെന്ന് പറയുമ്പോൾ ഇതൊരു ജീവനാണ്. നമ്മൾ കാണുന്നത് ഈ ശരീരത്തിനെയും മനസ്സിനെയാണ്. നമ്മൾ ആ പശ്ചാത്തലത്തിൽ അതിൻ്റെ വികാരങ്ങൾ കൂട്ടി നമ്മൾ അതിൽ ജീവിക്കാൻ ആരംഭിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സത്തിലേക്ക് അകമേ നോക്കുമെന്ന്. ഇത് ജീവനാണ്. ഇതൊരു ജീവൻ മാത്രമാണ്. ഒരു മൂല്യമുള്ള ഒരു ജീവനാണത്. അത് പുറമേ നിന്ന് കണ്ടെത്തേണ്ട മൂല്യമല്ല. അകമേ ഇത് സർവ്വസമ്പത്തായി നിലഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഈ ശരീരവും മനസ്സും വികാരവും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഇതിൻ്റെ സാധ്യതയാണ് തുറക്കപ്പെടുന്നത്. എന്നാൽ ഈ സാധ്യതയെ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക കാഴ്ചപ്പാടുമായി ആത്മീയതയിൽ വന്നു കഴിഞ്ഞാൽ അത് വെറും ശൂന്യമായി പോകും. നിങ്ങൾ ശവമാണ്. ശിവ മീൻ ശവ. നിങ്ങൾ ശൂന്യമാവുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ നിങ്ങൾ പലരും കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ടാവും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുക എന്നുള്ളതല്ല ലക്ഷ്യം എന്നുള്ളത്. 100% പക്ഷേ നമ്മുടെ വികാരങ്ങളിൽ നിന്നുകൊണ്ടല്ല അതിൻ്റെ അടിസ്ഥാന പ്രക്രിയ ഉണ്ടാവുന്നത്. ആത്മീയ പരിശീലനം ആരംഭിക്കുക കഴിയുമ്പം മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെയും ശരീരം ഇതുവരെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അനുഭവിക്കാത്തതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു മാനത്തെ നിങ്ങൾ സ്പർശിച്ചു കഴിയുമ്പോൾ അവിടെ നിൽക്കുവാണ് അസംബന്ധങ്ങളുടെ ഒരു കൂൺഭാരമായിരിക്കുന്ന നിങ്ങളുടെ ചിന്തകൾ. ഭാവനയിൽ നിന്ന് ജീവൻ ആരംഭിക്കുകയാണ് യഥാർത്ഥ പ്രജ്ഞയിലേക്കുള്ള. ആ നിമിഷം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ സ്വതന്ത്രരാന്നുള്ളത്. നിങ്ങൾ സ്വതന്ത്രം മാത്രമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടവരാണ്. എന്നാൽ നിങ്ങൾ എല്ലാത്തിനെയും വെറുക്കുന്ന പ്രക്രിയയിൽ നമ്മൾ ഒറ്റപ്പെടുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കുന്നത് നിരാശയായിരിക്കും. അല്ല, ഒറ്റപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് സ്നേഹത്തെ കൊടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാത്ത ഒന്നിനെ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുമ്പം നിങ്ങൾ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങളെയാണ് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടങ്ങളെയാണ് അവരിൽ നിന്ന് നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനല്ല സ്നേഹം. നിങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ, നിങ്ങൾക്കൊരു ഇഷ്ടങ്ങളില്ലാതെ നിറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്നേഹാനുഭൂതിയോടുകൂടി ഇരിക്കുമ്പോഴാണ് നിങ്ങളിൽ സ്നേഹം സംഭവിക്കുന്നത്. നിങ്ങളൊരു വസ്തുവിനെ ആ വസ്തുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ആ വസ്തുവിനെ പ്രേമിക്കുന്നൊരവസ്ഥയല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ആനന്ദം തന്നെ സംഭവിക്കുന്നൊരു പ്രയത്നമാണ്. എല്ലാം ഇങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെയാണോ ചിന്തിച്ചിരിക്കുന്നത് അതിൻ്റെ വിപരീതമായിട്ടാണ് നമ്മൾ നമ്മുടെ ബോധവുമായിട്ട് കണക്റ്റഡ് ആകുമ്പം, നമ്മുടെ ബോധവുമായി നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പം നമുക്ക് മനസ്സിലാവും ടോട്ടലി ഡ്രാമ. എല്ലാം തന്നെ ഡ്രാമയാണ്. മായ എന്ന് പറയുന്ന ഒരു തത്വചിന്തയല്ല. മായ എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിവില്ലായ്മയെ മാത്രം പറയുന്നതാണ്. നമ്മൾ എത്ര 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 ഉയരത്തിലെത്തിയാലും, എത്ര വലിയ ആളുകളാണെന്ന് പറഞ്ഞാലും മായ കുടുക്കിയിടും. മായ തെളിയണമെങ്കിൽ ഈ മായയിൽ നിന്ന് മോചനപ്പെടണമെങ്കിൽ ശുദ്ധബോധവുമായി തന്നെ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അപ്പം ആത്മീയ സാധനയിൽ വരുമ്പം അവിടെ സാധന ചെയ്യാൻ വരണം. വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും അല്ല എന്നുള്ള ശുദ്ധബോധവുമായി. നിങ്ങൾക്ക് ആദ്യ സമയത്ത് ശുദ്ധബോധം കിട്ടില്ല. എന്നാലും ഒരൊറ്റ തിരിച്ചറിവ് മാത്രം, ഞാൻ ശരീരവുമല്ല മനസ്സുമല്ല ഈ വികാരങ്ങളുമല്ല, ഞാനാകുന്ന ഒന്നുണ്ട്. ധ്യാനം പരിശീലിക്കൂ. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചിന്തകൾ കുറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തോ ഒരു ഉണർവിലേക്ക് കടക്കുകയാണെന്നുള്ളത്. ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം നിങ്ങളിൽ കൂടുന്നോ അത്രത്തോളം നിങ്ങൾ ധാരണ വരികയാണ്. വാട്ട് ഈസ് ലൈഫ്? വാട്ട് ഈസ് ലൈഫ്? എന്താണ് ജീവൻ? ഈ ജീവൻ ഒരു ശിവാനന്ദ ലഹരിയാണെന്നുള്ളത്. ഒരു വ്യക്തി ലഹരിയിലാണെങ്കിലേ ഈ ജീവൻ സർവവുമായിട്ടും സർവവ്യാപ്തിയും ശിവരൂപമാണെന്നുള്ളതും സർവ്വതും ശിവനാന്നുള്ളതും അഹം ബ്രഹ്മാസ്മിയാന്നുള്ളതും എല്ലാം അർത്ഥമാക്കുകയുള്ളൂ.
ഇതൊന്നും തലയിൽ കൊണ്ട് നടക്കേണ്ട ജ്ഞാനമല്ല. ജ്ഞാനമൊരു ഭാരമാണ്. വിവേകമൊരു ദർശനമാണ്. ധ്യാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവേകവും സംഭവിക്കും. വിവേകം നിങ്ങളെ ഇതിൻ്റെ ഉയർന്നുവരുന്ന തട്ടിലേക്ക് കൊണ്ടുപോകും. എല്ലാവരും മുക്തിയോ മോക്ഷമോ ഒന്നും ആഗ്രഹിക്കണം. പക്ഷേ ഈ ലൈഫ് മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോഴാണ് ഈ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് ചേരത്തുള്ളൂ. ആ രീതിയിൽ ചേർന്നാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണത്വം സംഭവിക്കുള്ളൂ. ദൈവികപരമായിട്ടുള്ള ഒരു ദിവ്യ മനസ്സിൻ്റെ ഉടമകളാണ് ഓരോ ജീവനും. ഈ സാധ്യതയിൽ, ആത്മീയ സാധനയിൽ ഇറങ്ങി ഇപ്പം തിരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആ സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന നിങ്ങളുടെ സഫറിങ്ങിൽ പോലും നിങ്ങൾ കണക്ട് ചെയ്യരുത് നിങ്ങളുടെ ഓർമ്മകളായിട്ട്. നിങ്ങൾ ശരീരവും മനസ്സുമല്ല. നിങ്ങൾ ആത്മീയ പരിശീലനത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങളുടെ കടം തീർക്കാനോ, നിങ്ങളുടെ പുതിയൊരു ബന്ധം സൃഷ്ടിക്കാനോ, നിങ്ങൾ പുതിയ വീടോ കാറോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടാനോ ആത്മീയതയിൽ വരരുത്. ഞാൻ മനസ്സുമല്ല, ശരീരവുമല്ല, ഞാൻ ഈ വികാരങ്ങളുമല്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത് വേണം നിങ്ങൾ ആത്മീയ സഞ്ചാരം ആരംഭിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയത പറഞ്ഞിട്ടില്ല, നിങ്ങൾ വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പൊക്കോണം. നിങ്ങൾ ആത്മീയ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 3 പശ്ചാത്തലവും നിങ്ങളല്ല എന്നുള്ള ശുദ്ധബോധത്തിൽ വേണം നിങ്ങൾ വന്നിരിക്കുക. നിങ്ങളിൽ പരമാവധിയായിട്ടുള്ള നിങ്ങളുടെ ധാരണയിൽ നിന്ന് നിങ്ങളൊരു വിഡ്ഢിയാന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരികയും നിങ്ങളൊരു ഉണർവിലേക്ക് കടക്കുകയും ചെയ്യും. ആ ഉണർവ് തികച്ചും നിങ്ങളിൽ സന്തോഷം നൽകുന്നതും നിങ്ങളെ സ്ഥിരപ്രജ്ഞയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉണർവുമായിരിക്കും. ഇതിനെയാണ് മുക്തി എന്ന് വിളിക്കുന്നത്. ഇതിനെ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു 60-70 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആത്മീയത പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിലല്ല. നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത് ജീവനാണിത്. ഭാവനയാണ് ആയുസ് പോലും. ഭാവനയാണ് സ്വപ്നങ്ങൾ പോലും. സ്വപ്നത്തിലല്ല ജീവിക്കേണ്ടത്, ഉണർന്നാണ് ജീവിക്കേണ്ടത്. പ്രചോദനത്തിലല്ല ജീവിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്ന ആ ശൂന്യതയിലാണ് ജീവിക്കേണ്ടത്. കാന്തികത്തിൻ്റെ ശക്തി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രകൃതി പോലും നമ്മളുമായി അത്രയും ചേർന്നാണ് ജീവിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരങ്ങൾ പോലും നമ്മൾ സർവ്വതിൽ നിന്നും എല്ലാം ആനന്ദിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിനും വരുന്നവരിൽ നിന്ന് ആനന്ദിക്കുന്നുണ്ട്. ആത്മീയത ഒരിക്കലും എല്ലാത്തിൽ നിന്നും ഒളിച്ചോട്ടമല്ല. ആത്മീയത ജീവിതത്തിൻ്റെ ഉണർവാണ്, ഫ്രീഡമാണ്. ലൈഫ് ഈസ് ഫ്രീ. ആ ഫ്രീഡത്തെ നിങ്ങൾ അനുഭവിക്കാനായിട്ടാണ്. മറ്റെന്ത് ചെയ്താലും നിങ്ങൾ സുഖത്തിൻ്റെ മനോഹരതയെ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ അനുഭവിക്കും സുഖത്തിലൂടെ. പക്ഷേ ശാശ്വതമേ അല്ല. ഈ നിമിഷം അത് കടന്നു പോകും. സുഖം ഇച്ചിരി നേരത്തെ ഉള്ളൂ. സുഖവും ആനന്ദവും കൂടി കലരുമ്പം ആനന്ദമായിരിക്കും അളവ് കൂടുതൽ. ആനന്ദം ചിന്തകളിൽ നിന്ന് ഉണ്ടാകുന്നതല്ല, വ്യക്തികളിൽ നിന്നുണ്ടാകുന്നതല്ല, വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നതല്ല. ഈ ഊർജം തന്നെ ആനന്ദമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉണർവ് പഞ്ചേന്ദ്രിയങ്ങൾ കുറച്ചു നേരം നിങ്ങൾക്ക് പിന്നോട്ട് വലിക്കാൻ സാധിച്ചാൽ ഇത് ആനന്ദത്തിലായിരിക്കും നിലനിൽക്കുന്നത്. ഈ ഒരവസ്ഥ എല്ലാ ജീവനും ഈ അവസ്ഥയിൽ കടന്നുപോയാൽ പിന്നെ മനോഭാവത്തിൽ മെനഞ്ഞിട്ടേക്കുന്ന ഒരു ഭാവനയിലുള്ള ജീവനായിരിക്കില്ലത്. ഈ ജീവൻ എന്താണ് ആത്മമുക്തി എന്നുള്ള ആ ഒരവസ്ഥയിലേക്കായിരിക്കും കടന്നു പോകുന്നത്. സ്വതന്ത്രമാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരു വ്യക്തികളിലോ ഒരു വസ്തുക്കളിലോ ഒരു സ്വപ്നങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നിങ്ങളൊന്നിലും ബന്ധപ്പെട്ടിരിക്കുന്നതല്ല. നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്തെ ഒരു സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചറിയുമ്പം ഈ ശരീരം പോലും നിങ്ങൾക്കൊരു ബന്ധനമെന്നറിഞ്ഞുകൊണ്ടാണ് യോഗികൾ മഹാസമാധി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അച്ചീവ് ചെയ്യുന്നത്. ഈ ശരീരം പോലും ഒരു ബന്ധനമാണ്. ഒരു പരിധി കഴിയുമ്പം അവരതിനെ മുക്തിയായി ആനന്ദത്തിലേക്ക് സ്വതന്ത്രമാക്കി വിടും. ഇത് തിരിച്ചറിവാണ് ആത്മീയ സാധന എന്ന് പറയുന്നത്. ആ തിരിച്ചറിവിലേക്ക് കടക്കുമ്പം ഈ 3 തലങ്ങളും നിങ്ങളല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ ഈ സ്വതന്ത്രതയുടെ ഈ ഒരു ഫ്രീഡത്തിൻ്റെ അനുഭൂതിയിലേക്ക് കടക്കുക. നിങ്ങൾ
ഉണരാൻ താല്പര്യമുള്ളവർ, അതിലേക്ക് ആഗ്രഹിക്കുന്നവർ വേഗത കൂട്ടുക. അതേസമയം നമ്മൾ ഓരോ ഉണർവിന് ശേഷവും ഓരോ എൻലൈറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കാഴ്ചപ്പാടിലും കുറച്ച് മരിച്ചവരെ മാത്രമായിരിക്കും ഈ ഭൂമിയിൽ കാണുന്നത്. വികാരങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മരിച്ച ജീവികളെ മാത്രം. ജീവൻ മരിച്ചല്ല ജീവിക്കേണ്ടത്. ജീവിക്കുന്ന സമയത്ത് ഈ ജീവൻ്റെ സാധ്യതയായി ജീവിക്കണം. ഇതൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. ഇത് ഈ ഭൂമിയായിട്ട് ഒന്നുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇത് ബന്ധനത്തിൽ മാത്രമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മുക്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രമാവുകയാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴും ബന്ധനമെന്ന് ചിന്തിക്കുന്നത് പലതും നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറണം. നിങ്ങൾ സാധന ചെയ്യണം. നിങ്ങളുടെ പ്രജ്ഞ, നിങ്ങളുടെ ആഗ്രഹമല്ല. നിങ്ങൾ സാധന ചെയ്യുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വതന്ത്രതയിലേക്ക് നിങ്ങൾ കടക്കും. ആത്മീയ സാധനയിൽ നിൽക്കുന്നവരുമായാണ് ഞാൻ ഈ സംസാരിച്ചിരിക്കുന്നത് മുഴുവനും. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ 3 തലങ്ങളല്ല, മനസ്സല്ല, ശരീരമല്ല, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ബുദ്ധിയല്ല, ഈ വൈകാരികപരമായി ഇമോഷണലി നിറഞ്ഞിരിക്കുന്ന ഈ ബുദ്ധിയല്ല നിങ്ങൾ. യു ആർ എ പ്യുവർ കോൺഷ്യസ്. നിങ്ങൾ ശിവനാകുന്ന ശുദ്ധബോധമാണ്. ആ ശുദ്ധബോധം മാത്രമാണ് നിങ്ങൾ. ഈ തിരിച്ചറിവിൽ ശിവനോടുള്ള ഭക്തിയോടുകൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ശിവനെ തേടി ഇറങ്ങുന്നത് അവനവനെ കണ്ടെത്തുന്നതിന് തുല്യമാണ്. ആ ശിവഭക്തിയിൽ ഇറങ്ങിത്തിരിക്കുക. കൂടുതലൊന്നും തലേ ചുമക്കാതെ, ഞാൻ പറഞ്ഞതുപോലും മറന്നു കളഞ്ഞുകൊണ്ട് ശിവ 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 എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ആഗ്രഹമുള്ളവർ ഇറങ്ങിത്തിരിക്കുക. ആ ഭക്തി നിങ്ങളാകുന്ന സ്വതന്ത്രയിലേക്ക് ഈ ജീവൻ ഒന്നിലും ബന്ധപ്പെട്ടിരിക്കുന്നതല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ നയിക്കും. എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം.